ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്നിവിടെ ഞാൻ എങ്ങനെയാണ് പെർഫെക്റ്റായിട്ട് കേക്ക് ഐസിങ് ചെയ്തെടുക്കാം എന്നതാണ് കാണിക്കുന്നത്. ആദ്യം തന്നെ ബേസിലോട്ട് ഒരല്പം ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത് ബേസിൽ നിന്നും നമ്മുടെ കേക്ക് തെന്നി നീങ്ങാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് സ്പോഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ക്രീം ഇട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആവുന്ന വിധത്തിൽ അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഭാഗത്ത് കുറവ് തോന്നുന്നുണ്ടെങ്കിൽ അവിടേക്ക് പ്രത്യേകം ക്രീം എടുത്ത് ഒരുപോലെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ കേക്ക് ചെരിയുവാനും അതുപോലെ തന്നെ കേക്ക് ഫിനിഷിങ് ചെയ്തെടുക്കുവാനും ഒരുപാട് ബുദ്ധിമുട്ടായി തോന്നും. ഞാനിവിടെ പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് വിശദമായിട്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ പിന്നീട് ഒരു ദിവസം വിശദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടും വരുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്സ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് ജെറിയും വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അടുത്ത ലെയർ അതിൻ്റെ മുകളിലേക്ക് വെച്ചു. അതിലേക്ക് ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായി വെറ്റ് ചെയ്ത് ക്രീം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സൈഡിലെ വീഡിയോയിൽ കാണുന്ന പോലെ കത്തി തിരിച്ച് നന്നായി വലിച്ച് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ സൈഡൊക്കെ ഫില്ലായി കിട്ടും. അതിൻ്റെ മുകളിലേക്ക് ഫില്ലിങ്സ് ഇട്ട് അടുത്ത ലെയർ വെക്കുക. ഏറ്റവും മുകളിൽ വെക്കുന്ന ലെയർ അടിയിലെ ലെയറായിരിക്കും വെക്കുക. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്യുക. എന്നിട്ട് ക്രീം എല്ലാ ഭാഗത്തേക്കും ആവുന്ന വിധത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സൈഡിലോട്ടും വീഡിയോയിൽ കാണുന്ന പോലെ ശ്രദ്ധിച്ച് സൈഡിലേക്ക് ഒക്കെ നന്നായി ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി കൂൾ ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ കോട്ട് കൊടുക്കുകയുള്ളൂ. ഫൈനൽ കോട്ടും ഡെക്കറേഷനുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനിയും ഒരുപാട് തുടക്കക്കാർക്ക് ഒരുപാടുള്ള ടിപ്സും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.